രാവണീയം ഞാൻ എഴുതിയ ഋസ്വരാമായണത്തിൽ നിന്ന് ഉള്ള ഒരു കവിതയാണിത്. കവിത കേൾക്കുമ്പോൾ അതിൻ്റെ സാരം മനസ്സിലാകും. എങ്കിലും രാവണൻ്റെ അവസാന ദിവസം തലേ ദിവസം രാത്രി, അടുത്ത ദിവസത്തെ യുദ്ധത്തിൽ രാവണൻ ഹതനാവുകയാണ്. അപ്പം അതിൻ്റെ തലേ ദിവസം രാത്രിയില്ല, രാവണൻ്റെ ചിന്തയാണ് ഇതാ. രാത്രിയുറങ്ങിയതില്ല ഈ രാമനെ ഓർത്തതു മൂലം, രാഘവനാകും രാമൻ ഒരു വൈഷ്ണവ ചേതനയാണോ. രാത്രിയുറങ്ങിയതില്ല ഈ രാമനെ ഓർത്തതു മൂലം, രാഘവനാകും രാമൻ ഒരു വൈഷ്ണവ ചേതനയാണോ. എന്തൊരു മാർഗമതിനിയും ഈ വൈകിയ വേളയിലിപ്പോൾ, സന്തതിയൊക്കെ മരിച്ചു ഇനി ജീവിതമെന്തിനു വേണം. സങ്കടമൊക്കെ തീരാൻ ഇനി സീതയെ നൽകുക വേണോ. ബന്ധുവുമൊക്കെയൊടുങ്ങി ഇനി ജീവിതമെന്തിനു വേണം. ബന്ധുവുമൊക്കെയൊടുങ്ങി ഇനി ജീവിതമെന്തിനു വേണം. ബന്ധനമൊക്കെ തീരാൻ ഇനി സന്ധിച്ചിടുക വേണം. സന്തതചാരിയതാകാൻ ഒരു സംഗ്രാമം ഇനി വേണം. രണമതിലേറ്റു മരിച്ചാൽ ഒരു രാഘവപാദം പൂകാം. രണമതിൽ വിജയം കണ്ടാൽ ഈ ത്രിഭുവനവധിയായി വാഴാം. അതാണ് രാവണൻ്റെ ചിന്ത. രണമതിലേറ്റു മരിച്ചാൽ ഒരു രാഘവപാദം പോകാം. രണമതിൽ വിജയം കണ്ടാൽ ഈ ത്രിഭുവനവധിയായി വാഴാം. രാമനോടേറ്റു മരിച്ചാൽ ഒരു രാഘവരാജ്യം പോകാം. രഘുപതിയോട് ജയിച്ചാൽ ഈ രാവണരാജ്യം വാഴാം. ശങ്കയതില്ല സങ്കടമില്ല ശാശ്വതമല്ലീ ജീവിതലോകം. സങ്കടമൊക്കെ തീരാൻ ഇനി ശങ്കരപാദം പോകാം. ശങ്കയതില്ല സങ്കടമില്ല ശാശ്വതമല്ലീ ജീവിതലോകം. സങ്കടമൊക്കെ തീരാൻ ഇനി ശങ്കരപാദം പോകാം. ശിവ ശിവ ശങ്കര ശംഭോ ശിവശങ്കര ശംഭോ ശംഭോ. ശിവശങ്കര ശംഭോ ശംഭോ ശിവശങ്കര ശംഭോ ശംഭോ. ശിവൻ്റെ ഭക്തനാണ് രാവണൻ. രചന ശിവകുമാർ.